ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ മലയാള സിനിമ തീരെ അരാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ കയ്യിലായിരുന്നു എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഓൾറെഡി അങ്ങനെ ആയിരുന്നു. കാരണം അതിൻ്റെ ഒരു വരാൻ പോണ ഭാവിയിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും സിനിമയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കണ്ടന്റ്, നമ്മുടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച്, സിനിമയുടെ സ്വാഭാവികമായ അഭിനയം ഇല്ലേ, അതൊക്കെയുള്ള മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ വലിയ സ്റ്റാർ ആക്കിയത്. അല്ലാണ്ട് ഒരു മാസ് ഹീറോ ആയിട്ട് വന്നിട്ട് സ്ക്രീനിൽ അഴിഞ്ഞാടിയിട്ടാണ് ഇവരെ മറ്റ് എന്താ പറയുക ഭാഷയിലുള്ള ആൾക്കാർ മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ ആരാധിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ രഞ്ജിത്ത് ഒരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ രഞ്ജിത്ത് വളരെ സ്വതന്ത്രമായിട്ട് സിനിമകൾ ചെയ്യും, സ്വതന്ത്രമായും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരനാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സംവിധായകനെതിരെ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യക്ഷത്തിലുള്ള അറ്റാക്ക് കണ്ടിട്ടുള്ളത് താങ്കൾക്കെതിരാണ്. ഞാനിപ്പോഴും ആ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് സിനിമയിൽ മാത്രമല്ല, എഴുത്തിലായാലും ശരി, ഒന്നിലായാലും ശരി, ആ ഒരു സുവർണ്ണകാലം കലാകാരൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെയാണ്. ഒരു ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് നമുക്കിനി അത് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യാം, ആക്ഷൻ പടങ്ങൾ. കാരണം വെച്ചാൽ എനിക്ക് അതിനോട് മാനസികമായിട്ട് കുറച്ച് അകലം പാലിക്കുന്ന ഒരാളാണ്. സിനിമ പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് അവനെ പലരും ടൂളാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഈ ഓൺലൈൻ മീഡിയ ഉണ്ട്, ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും. വാസന്തിയാണ് എനിക്ക് കൂടുതൽ ഒരു ആസ് എൻ ആക്ടർ സ്വാസിക മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ട് തോന്നിയിട്ടുള്ളൊരു സിനിമ. ഭരണകൂടം എല്ലാ കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ ചിലപ്പോഴെങ്കിലും നിസ്സംഗമായിട്ട് ഇനി നോക്കി കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചലച്ചിത്ര മേഖലയിലായാലും ശരി, പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതി ഞാൻ പറയുന്നത്, ഇവിടെ പ്രവർത്തിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്നെനിക്ക് വല്ലാത്ത സംശയമുണ്ട്. സംവിധായകൻ കമലാണ് ഇന്ന് മീഡിയ വണ്ണൊപ്പം. സ്വാഗതം. ഇപ്പോൾ 40 വർഷങ്ങൾ കഴിയുന്നു സിനിമയിലെത്തിയിട്ട്. ഇത് 48ാമത്തെ സിനിമയാണ്. അപ്പോൾ ഇതിനിടയിൽ സ്റ്റോറി ചില സിനിമകൾക്ക് ചെയ്തിട്ടുണ്ട്, ചില സിനിമകൾക്ക് ഡയലോഗുകളുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും സ്റ്റോറിയും സ്ക്രിപ്റ്റും സംവിധാനം അടക്കം ചെയ്തിട്ടുള്ള സിനിമകൾ കുറവാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്നിടത്തോളം കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത്, മേഘമൽഹാർ, സെല്ലുലോയിഡ്, മിന്നാമിന്നിക്കൂട്ടം, കറുത്ത പക്ഷികൾ, പിന്നെ ആമി, പ്രണയവീനുകളുടെ കടൽ, ഇപ്പോൾ വിവേകാനന്ദൻ വൈറലാണ്. പ്രണയവീനുകളുടെ കടൽ ഞാനല്ല, ജോൺ പോളായിരുന്നു സ്ക്രിപ്റ്റ്. ഓക്കെ. അപ്പം ഇപ്പോൾ അങ്ങനെ ഒരു മുഴുവൻ വർക്ക് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് തൊട്ട് സ്റ്റോറി മേക്കിംഗ് വരെയുള്ള എല്ലാ സംഭവങ്ങളും ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള സിനിമകൾ കുറവാണ്. ഏത് പോയിന്റിലാണ് സ്ക്രിപ്റ്റ് അടക്കം എല്ലാ വർക്കും, സംവിധാനം വരെയുള്ള എല്ലാ വർക്കും സ്വയം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്? ആക്ച്വലി ഞാൻ സിനിമയിൽ തുടങ്ങിയത് തിരക്കഥ എഴുതിക്കൊണ്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ത്രാസം എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫ് ബീറ്റ് സിനിമയായിരുന്നു. അപ്പോൾ എനിക്ക് എഴുതാനായിരുന്നു ഇഷ്ടം. പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് തന്നെ പല സിനിമക്കും കഥ എഴുതുകയും തിരക്കഥയിൽ ജോൺ പോളിൻ്റെ കൂടെ കുറേ കാലം, ജോൺ പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകളിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സ്ക്രിപ്റ്റിൽ സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത സിനിമകളിലും ഒരു സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ട് കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് എഴുതണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ സിനിമ ജോൺ പോളായിരുന്നു. ആദ്യത്തെ 2 സിനിമകൾ ജോൺ പോളായിരുന്നു. പിന്നെ ഫാസിൽ, കാക്കോത്തിക്കാവിലെ ഫാസിലെ സ്ക്രിപ്റ്റ്. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം പിന്നെ ഓരോരുത്തരും നമ്മുടെ സുഹൃത്തുക്കളും രഞ്ജിത്ത് എഴുതാൻ തുടങ്ങി, ശ്രീനിവാസൻ എഴുതാൻ തുടങ്ങി. പിന്നെ എനിക്ക് മടിയായി എഴുതാനായിട്ട്. കാരണം വേറെ ആൾക്കാരുണ്ടല്ലോ എഴുതാൻ, പിന്നെ അവരെ കുറ്റം പറയുകയും ചെയ്യാമല്ലോ. അവർ സ്ക്രിപ്റ്റ് തിരുത്താം, ഇങ്ങനെയൊക്കെയുള്ള കുറേ അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ പേരിൽ കലഹിച്ചിട്ടുമുണ്ട്. അതൊരു പ്രശ്നമാണ്. കാരണം നമ്മളൊരു തിരക്കഥ, ഞാൻ അവരോട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തിരക്കഥാകൃത്ത് കൂടി ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സീൻ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കൺസീവ് ചെയ്യല്ലോ. ഒരു കഥയൊക്കെ വന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതുപോലെ സീൻ വന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കഥാകൃത്തുക്കളോട് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്, ഇങ്ങനെ വേണം സീൻ. പക്ഷെ അപ്പോൾ ചിലപ്പോൾ 2-3 പ്രാവശ്യം മാറ്റി എഴുതിയാലും ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിൽ നമ്മൾ അവരറിയാണ്ടും അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ടൊക്കെ ലൊക്കേഷനിൽ നിന്നിട്ട് അത്യാവശ്യം മിനുക്കോണികൾ ചെയ്തിട്ടാണ് ചെയ്യാറ്. അങ്ങനെ ഞാൻ എന്താ പറയുക, പൂർണ്ണമായിട്ട് തന്നെ എഴുതിയ പടങ്ങൾ വേറെയുണ്ട്. ഞാൻ തന്നെ എഴുതാണ്ട് തന്നെ ഇപ്പോൾ ജോയിൻ്റായിട്ട്, ഇപ്പോൾ ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെ കൂടെ ഗ്രാംഫോണും സ്വപ്നക്കൂട്, അതൊക്കെ ഞങ്ങൾ 2 പേരും കൂടി, എൻ്റെ പേരും കൂടി ഉണ്ട് തിരക്കഥയിൽ, ഞങ്ങൾ 2 പേരും കൂടി എഴുതിയ പടങ്ങളാണ്. അപ്പോഴാണ് ഈ മേഘമൽഹാർ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഞാനും ഇക്ബാലും കൂടിയാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കഥയുടെ ഒരു അംശം ഇങ്ങനെ ഇക്ബാലും പറഞ്ഞു, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ്.
എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ നമുക്ക് ആലോചിച്ചാലോ എന്ന് ഇങ്ങനെ പറഞ്ഞതെന്നാണ് ആ ആശയത്തിൽ നിന്നാണ്. അപ്പം ഞാൻ ഇക്ബാലിനോട് പറഞ്ഞു ഞാൻ എഴുതാൻ പോവാം, കാരണം എനിക്ക് ഒരു ആഗ്രഹമുണ്ടല്ലോ എഴുതണം എന്നുള്ളത്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു, മേഘമൽഹാറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണല്ലോ, നമ്മൾ എന്തിനാണ് വെറുതെ ഒരാളുടെ പുറകെ നടക്കുന്നത്. പക്ഷേ ചില സബ്ജക്റ്റുകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. കാരണം അത് കുറച്ചുകൂടി പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എനിക്കൊരു ചെറിയ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ക്രിപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞ് കഥാപാത്രത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ അറിയാതെ സാഹിത്യം കയറി വരും. ഇങ്ങനെയൊക്കെയുള്ള ചില അസ്കിതകളുണ്ട്. അനാവശ്യമായിട്ട് അതിനെ റൊമാൻറ്റിക് ആക്കാൻ ശ്രമിക്കും, പോയറ്റിക് ആക്കാൻ ശ്രമിക്കും, ഇങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ട്. അതിനെയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവണം നല്ലതാണ്. പക്ഷേ മേഘമൽഹാർ വന്നപ്പോൾ എനിക്ക് ആ ഒരു ഫ്രീഡം കിട്ടി എന്നുള്ളതാണ്. കാരണം എൻ്റേതായ ഒരു രീതിയിൽ എഴുതാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയുള്ള ചില സിനിമകൾ നമുക്ക് തന്നെ എഴുതാമല്ലോ എന്ന് തോന്നി. പിന്നെ കറുത്ത പക്ഷികൾ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. കാരണം അത് അങ്ങനത്തെ റോസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് എഴുതുകയും ചെയ്യാം സംവിധാനം. അപ്പോൾ എനിക്ക് എഴുത്തൊരു സന്തോഷമുള്ളൊരു കൂടുതൽ സുഖം തരുന്നൊരു കാര്യം. പിന്നെ ഈ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പാടില്ല, എല്ലാവരും കായിക അധ്വാനം ഒരുപാടുണ്ട്, നല്ല സുഖമുള്ളൂ. അപ്പോൾ സെല്ലുലോയിഡ് വന്നപ്പോൾ ഇങ്ങനെ ജെസി ഡാനിയലിൻ്റെ ജീവിതം, അത് PK റോസിയുടെ ഇതാണ് നഷ്ടനായിക എന്ന് പറഞ്ഞിട്ട് വിനു അബ്രഹാമിൻ്റെ കഥ നോവൽ വായിച്ചപ്പോഴാണ് എനിക്ക് ജെസി ഡാനിയലിൻ്റെയും PK റോസിൻ്റെയും ജീവിതം സിനിമയാക്കണമെന്ന് തോന്നിയത്. അപ്പം ഞാൻ ബിനുവിനായിട്ട് ആദ്യം വന്നിട്ട് സിനിമ കഴിഞ്ഞപ്പോൾ ബിനുവിന് ജെസി ഡാനിയലിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു വലിയ ഡെപ്തിലേക്ക് പുള്ളിക്ക് പോയിട്ടില്ല. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ PK റോസിയെക്കുറിച്ച് മാത്രം ഞാൻ സിനിമ ചെയ്താൽ, ഒന്നാമത് സിനിമയിൽ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ബയോഗ്രാഫി ചെയ്യുമ്പോൾ PK റോസിനെ സംഭവം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പരന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളല്ലാണ്ട് ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ഇതിലേക്ക് വരില്ലല്ലോ. അപ്പോൾ ജെസി ഡാനിയലും കൂടി ഇതിൽ വേണമെന്ന് തോന്നി. ജെസി ഡാനിയലിനെ അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അയാളുടെ ജീവിതം തന്നെ വലിയൊരു സിനിമയ്ക്കുള്ളത്, അത് കണക്റ്റഡ് ആണല്ലോ. അങ്ങനെയാണ് സെല്ലുലോയിഡ് എഴുതിയത്. സെല്ലുലോയിഡ് കഴിഞ്ഞപ്പോഴാണ് ആമി എഴുതണം, മാധവിക്കുട്ടിയെ കുറിച്ചൊരു സിനിമ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്ന് മാധവിക്കുട്ടിയെ ഒരുപാട് വായിച്ചിട്ടുണ്ട്, എന്നാലും മുഴുവൻ റെഫർ ചെയ്ത്. അപ്പം ഞാൻ ആ ആമി എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ എൻ്റെ കഥ അല്ല ഞാൻ സിനിമയാക്കുന്നത്. കാരണം എൻ്റെ കഥ സിനിമയാക്കുമ്പോൾ ഒരുപാട് കോൺട്രവേഴ്സി വരാം. പിന്നെ അവർ തന്നെ അവരുടെ ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, അറിയാലോ, അറിയാം. അപ്പോൾ മാധവിക്കുട്ടിയുടെ ജീവിതം സിനിമയാക്കുമ്പോൾ അതിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ അവസാന കാലത്ത് കമലാ സുരയ്യയായി മാറിയ കാലത്തായിരുന്നു. അപ്പോൾ കമലാ സുരയ്യ ആകാൻ അവരെടുത്തൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കുറേ പോയി. അപ്പം നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളൊരു മാധവിക്കുട്ടിയല്ല. കാരണം അവർ വളരെ സാധാരണമായ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ത്രീ തന്നെയാണ്. എല്ലാ സ്വപ്നങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അതിനെയാണ് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചത് സ്ക്രിപ്റ്റിൽ. അത് കുറേ വിമർശനങ്ങളും കേട്ടു, അറിയാലോ. കാരണം മാധവിക്കുട്ടിയെ മറ്റുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്ന വേറെ രീതിയിലാണ്, അവരിലേക്ക് സഞ്ചരിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ വന്നു. അപ്പോൾ പിന്നെ ആ കൂടി കൺഫ്യൂഷനായി വീണ്ടും. അതാണ് ഞാൻ പറയുന്നത്, ഇനി എങ്ങനെയാണ് സിനിമ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ വന്നു. ആ സമയത്താണ് ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു. അവിടെ നിന്നുകൊണ്ട് നമുക്ക് സിനിമ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ തിരക്കും കാര്യങ്ങൾ, കോവിഡ് വന്നു. അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ സിനിമ ചെയ്യാൻ നിർബന്ധിതനായപ്പോഴാണ് പ്രണയമീനുകളുടെ കടൽ. ഇത് ജോൺ പോൾ അദ്ദേഹമായിട്ട് ഇരുന്നപ്പോഴുണ്ടായ ഒരു കഥയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഈ വിവേകാനന്ദൻ വൈറലിലേക്ക് എത്തുന്നത്. ഇപ്പം മുൻപ് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ വിവേകാനന്ദൻ വൈറലാണ് സംബന്ധിച്ചിട്ട് തന്നെ നൽകിയിട്ടുള്ള അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയിലൂടെ എന്ന് പറയുന്നുണ്ട്. എന്ത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള പാറ്റേൺസ്? പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഒരു 10-15 വർഷം മുമ്പുള്ള ഒരു സിനിമ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്ന സിനിമാ സങ്കല്പങ്ങൾ പ്രേക്ഷകരെല്ലാം പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. അത് അനിവാര്യമായ മാറ്റങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു 10-30 കൊല്ലം മുമ്പ് സിനിമ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു ഞാനൊക്കെ സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയ കാലത്ത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സൊസൈറ്റി ഭയങ്കരമായിട്ട് മാറി. ഇപ്പം ഞാനൊക്കെ ആദ്യകാലത്ത് 90s സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ വളരെ പാട്രിയാർക്കിക്കായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അത് പണ്ട് പോലെ സിനിമയിലും നമ്മുടെ സമൂഹത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്താണ് നമ്മൾ സിനിമ ഞങ്ങൾ കൂടുതലായിരുന്നു. പിന്നെ ഈ ന്യൂക്ലിയർ ഫാമിലി ആയി കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലിയുടെ അകത്തേക്ക് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ അവരാഗ്രഹിക്കുന്ന കുറേ സാധനമുണ്ട് സിനിമയിൽ. ഇപ്പോൾ പറഞ്ഞ സദാചാരമായാലും ശരി, മറ്റെല്ലാ കാര്യങ്ങളും ശരി, അവരുടെ ഇതിൽ നിന്നുകൊണ്ട് പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് ചെയ്യേണ്ടി വന്ന കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ മാത്രമല്ല കേട്ടോ, ജനറലി ഞാൻ സിനിമയെക്കുറിച്ച് പറയാം. അതുപോലെ ഈ പാട്രിയാർക്കിക്ക്, അതുപോലെ ഹീറോയിസം, സൂപ്പർ സ്റ്റാർസ് അത്രയും ശക്തരായി കഴിഞ്ഞപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് മൊത്തം സിനിമ വന്നു കഴിഞ്ഞപ്പോൾ സിനിമ തന്നെ വേറൊരു തലത്തിലേക്ക് ആയിപ്പോയി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കാതെ എല്ലാവരും സിനിമ ചെയ്തത്. സ്ത്രീവിരുദ്ധതയും എല്ലാം കയറി വന്നുള്ള സിനിമ ഒക്കെ വന്ന് ഈ പുരുഷാധിപത്യത്തിൻ്റെയൊക്കെ കഥകൾ പറയുന്ന സിനിമകൾ വന്നതാണ്. അത് മുഴുവൻ ബ്രേക്ക് ചെയ്ത ഒരു കാലമാണ് നമ്മൾ ഈ 10 വർഷം ആയിട്ട് നമ്മൾ സിനിമയിൽ കാണുന്നത്.
അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പിന്തിരിഞ്ഞ് നോക്കിയപ്പോഴും ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ഭയങ്കര പുരുഷാധിപത്യമുള്ള സിനിമകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ സ്ത്രീവിരുദ്ധമായിട്ടും വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സിനിമകളും ചെയ്തിട്ടില്ല. ചില സിനിമകളിലൊക്കെ വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ അയാൾ കഥ എഴുതുകളിൽ അറിയാമല്ലോ അത്. പക്ഷേ ഈ സാഗർ കോട്ടപ്പുറം അങ്ങനെ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ എന്താ പറയുക, നിലപാടുകൾ ഒക്കെ വെച്ചിട്ടുള്ള സിനിമകളാണല്ലോ ഇതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയോട് നമ്മൾ മത്സരിക്കാനല്ലല്ലോ പോകേണ്ടത്, അവരോട് ആഭിമുഖ്യം പുലർത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ. അവരോട് ഐക്യപ്പെടുക എന്ന് പറയില്ല നമ്മൾ. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അവർക്ക് പറ്റുന്നൊരു സിനിമ ചെയ്യുക. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ പഴയ തലമുറയിലെ സംവിധായകനായിട്ടാണ് എല്ലാവരും നമ്മളെ കാണുന്നത്. അത് ഒരു ബ്രാൻഡാണല്ലോ. നമുക്ക് എനിക്ക് മാത്രമല്ല, എൻ്റെ ജനറേഷനിൽപ്പെട്ട ആർക്കും മാറ്റാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ അവർ അംഗീകരിക്കുന്നു നമുക്കറിയില്ല. പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്ന, പിന്നെ എനിക്ക് എന്നെപ്പറ്റി തന്നെ മറ്റുള്ളവരെ ആരോപിക്കുന്നു, എനിക്ക് സ്വയം ബോധ്യമുള്ളൊരു കാര്യമുണ്ട്. ഭയങ്കര കാൽപ്പനികമായ സിനിമകൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഒരു കുറ്റമാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അന്നത്തെ സിനിമകൾ അങ്ങനെയായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു എന്നുള്ളൂ. അതും ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാത്ത റിയലിസ്റ്റിക് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആരും പറയാറില്ല. ഇപ്പം ഞാൻ മധുരോമ്പരക്കാറ്റ് എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കറുത്ത കുഷികൾ, വളരെ സീരിയസ് ആയിട്ട് കാൽപ്പനികമായിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പം മേഘമൽഹാർ പറയുമ്പോൾ അങ്ങനെ ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അത് കാലാതീതമായിട്ട് എല്ലാ ജനറേഷനും ഒരു പ്രായത്തിൽ ഭയങ്കര ഇഷ്ടത്തോടെ അല്ലെങ്കിൽ എല്ലാ സമയത്തും കാണുന്ന സിനിമയാണ്. പക്ഷെ അതേപോലെ തന്നെയുള്ള കോമഡി സിനിമകളും എല്ലാത്തരം സിനിമകളും അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ് തോന്നുന്നത്. അല്ല, അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആകെ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യാം, ആക്ഷൻ പടങ്ങൾ. കാരണം വെച്ചാൽ എനിക്ക് അതിനോട് മാനസികമായിട്ട് കുറച്ച് അകലം പാലിക്കുന്ന ഒരാളാണ്. ഒരു അടി നടക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി മാറാൻ അങ്ങോട്ട് പോവില്ല. അത് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം ഒരു ജോണറിലുള്ള സിനിമകൾ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനത് ശ്രമിക്കാത്തത്. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൊരു ആലോചനയിലാണ്. ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ചെറുപ്പക്കാർക്ക് വളരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കഥാപാത്രം. എന്നാൽ ഇതിലെ വിവേകാനന്ദൻ ആകരുത് ഒരാളും എന്നാണ് ഞാൻ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനും അങ്ങനെ ആകരുതെന്ന് തന്നെയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു കഥ എന്നുള്ള രീതിയിൽ തന്നെയാണ് വിവേകാനന്ദൻ വൈറലാണ് വരുന്നത്. ഇപ്പോൾ ഈ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു സിനിമയാണെന്നുള്ളതും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രമേയം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിനിമയാണെന്നൊക്കെ വിവേകാനന്ദൻ വൈറലാണെന്നതിനെ പറ്റിയിട്ട് ഇപ്പം താങ്കളാണെങ്കിലും ബാക്കിയുള്ളവരും പറയുന്നുണ്ട്. ഇപ്പം സിനിമയെ കുറച്ച് വർഷമായിട്ട് അതിനകത്ത് നിന്നുകൊണ്ടും പുറത്ത് നിന്നുകൊണ്ടും ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ മലയാള സിനിമ എത്തി നിൽക്കുന്ന ഒരു പോയിന്റിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയം സ്ത്രീപക്ഷ സിനിമയാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന, ഇപ്പോൾ ഒരു സെല്ല് ചെയ്യുന്നുള്ള കണ്ടന്റ് എന്നുള്ള നിലയിലും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലും ഈ രണ്ട് ഘടകങ്ങളാണോ ഏറ്റവും ഇപ്പോൾ മലയാള സിനിമയിൽ ഉയർന്നു നിൽക്കുന്നത്? അതുകൊണ്ടാണോ അതൊരു അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ സിനിമയിൽ മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിലും അത് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആണ് ആൾക്കാർ. പ്രത്യേകിച്ചും നമുക്കറിയാമല്ലോ, പുതിയ നിയമങ്ങളായാലും ശരി, നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നൊരു വാക്കോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയോ സിനിമാക്കാരെന്നുള്ള മാത്രമല്ല കേട്ടോ, ഇപ്പം ഞാൻ പബ്ലിക്കിൻ്റെ അത് വളരെയധികം ഓഡിറ്റ് ചെയ്യുന്നുണ്ട് ഈ സൊസൈറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആണ്. പുരുഷന്മാരും കോൺഷ്യസ് ആണ്, സ്ത്രീകളും കോൺഷ്യസ് ആണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന മാതിരി ഇത്തരം കുറച്ചും കൂടി എന്താ പറയുക, ക്ലിയർ കട്ടായിട്ട് സ്ത്രീകളെ അപമാനിക്കുന്ന സിനിമകൾ വരാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു വാണിജ്യ വിജയമായിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഫോർമുലയായിട്ടോ ഒന്നും കാണേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റമായിട്ട് തന്നെ എടുത്താൽ മതി. പിന്നെയുള്ള സിനിമകൾക്കൊക്കെ തന്നെ അത്തരം രാഷ്ട്രീയം സംസാരിക്കാൻ ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ കമേഴ്ഷ്യലായിട്ടുള്ള സിനിമയിൽ പോലും, അതല്ലെങ്കിൽ പെരിഫറലായിട്ടുള്ള സിനിമയിൽ പോലും അതുണ്ടാകും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സ്വാഗതാർഹം ചെയ്യേണ്ട ഒരു മാറ്റം തന്നെയാണ്. ഇപ്പം ഷൈൻ ടോം ചാക്കോ എന്നുള്ള നടനാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. മറ്റ് ഇപ്പം സ്വാസിക, ഗ്രേസ് ആൻ്റണി തുടങ്ങിയിട്ടുള്ള അഭിനേതാക്കളും നടികളും ഉണ്ട്. ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ എന്നുള്ള നടന് എതിരെ ഒരു കാലത്ത് വളരെ നല്ല അഭിനയം എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു ആക്ടറായിരുന്നു. പക്ഷെ സമീപകാല സിനിമകളിൽ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പ്രൊമോഷൻ ഇൻ്റർവ്യൂസിൻ്റെ സ്പേസിലാണെങ്കിൽ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരുന്നുണ്ട്. ഇപ്പം സഹസംവിധായകനായിട്ട് ഒരുപാട് നാൾ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമാക്കാരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സെറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ പ്രകടനത്തെയും അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിവേകാനന്ദൻ വൈറലാണ് സിനിമയ്ക്ക് അദ്ദേഹം പ്രൊമോഷൻ സ്പേസിൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നൽകുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ സ്പേസിന് എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളെയും ഷൈൻ ടോം ചാക്കോ എന്നുള്ളൊരു നടനെ കമൽ എന്ന സംവിധായകൻ വിലയിരുത്തുന്നത്?
ഷൂട്ടിംഗ് സെറ്റിൽ ആസ് ആൻ ആക്ടർ സീരിയസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റുള്ള സെറ്റുകളിൽ എനിക്കറിയില്ല. എൻ്റെ സെറ്റിൽ എന്തായാലും അവൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്തത്. അത് എന്നെ പേടിച്ചിട്ടൊന്നുമല്ല. കാരണം ഇതിൽ ടൈറ്റിൽ ക്യാരക്ടറാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ എന്നാൽ അവന് ഒരു ചാലഞ്ചിങ് ആണെന്ന് പറയാൻ പറ്റില്ല, അവന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അവൻ കംഫർട്ടബിൾ ആയിരുന്നു. എൻ്റെ സെറ്റിൽ മൊത്തം കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അവനോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, അത് വൈറലാവാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. കാരണം ആ സിനിമ പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് അവനെ പലരും ടൂളാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഈ ഓൺലൈൻ മീഡിയ ഉണ്ട്, ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും നീ ഇത് അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവനതിന് നിന്ന് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി ആ രീതിയിൽ അവൻ കുറച്ച് കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് അവനും അറിയാം. ഇപ്പം അതവർ നമ്പറായിട്ട് അവൻ കൊണ്ടു നടക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചുള്ള ചില ഇൻ്റർവ്യൂവിലൊന്നും അവനത് ചെയ്തിട്ടില്ല. അവൻ എന്താ പറയുക, എന്താണ് സിനിമയ്ക്ക് ആവശ്യം, സിനിമയുടെ അവൻ്റെ കഥാപാത്രം എങ്ങനെയാണ്, ആ രീതിയിൽ തന്നെയാണ് അവൻ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആസ് എൻ ആക്ടർ ഞാൻ മനസ്സിലാക്കുന്നത് മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാൾ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ. അവനിനി ഒരുപാട് ദൂരം പോകാനുണ്ട്, പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പറഞ്ഞ ഒരു സാമ്പ്രദായികമായിട്ടുള്ള ആക്ടിങ് പാറ്റേണുള്ള കുറേ നടന്മാരുണ്ടല്ലോ, അതിൽ നിന്ന് മാറിയിട്ട് അവൻ്റേതായ ശൈലിയുണ്ട്. ദിവസം ഭയങ്കര പവർഫുള്ളായിട്ടുള്ള കഥാപാത്രങ്ങൾ ആ പവർ സ്ക്രീനിൽ കാണുന്ന വിധത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സിനിമയിൽ നമുക്കത് കാണാൻ പറ്റും. ഇപ്പം സ്വാസിക, ഗ്രേസ് ആൻ്റണി, ഇവർക്കും രണ്ടുപേർക്കും വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ സ്ത്രീപക്ഷ സിനിമ കൂടെ ആവുന്നതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട റോളായിരിക്കും സിനിമയിൽ വഹിക്കാനുണ്ടാവുക എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും സമീപകാലത്ത് അഭിനയ മേഖലയിൽ ഒരുപാട് പേരെടുത്ത നടിമാരാണ് പെർഫോമൻസ് കൊണ്ട്. അപ്പോൾ രണ്ടുപേർക്കും അത്രയും നല്ല ക്യാരക്ടേഴ്സ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സിനിമയിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണോ ഇവർ രണ്ടുപേരെയും കാസ്റ്റ് ചെയ്യാൻ കാരണം? ഇവരുടെ അടുത്ത കാലത്ത് സിനിമകൾ കണ്ടിട്ടാണോ, അത് അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു അഭിനേതാക്കളാണോ ഇവർ രണ്ടുപേരും? അല്ല, ഞാൻ സിനിമകളെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇവരുടെയൊക്കെ. ഇപ്പോൾ ഗ്രേസ് ആയാലും ശരി, സ്വാസികയായാലും ശരി, ഇപ്പോൾ പറഞ്ഞ മാതിരി സമീപകാലത്ത് അത്ര പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാസിക നമുക്കറിയാം, ചതുരം എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ. ഞാൻ പിന്നെ വാസന്തിയാണ് എനിക്ക് കൂടുതൽ ഒരു ആസ് എൻ ആക്ടർ സ്വാസിക മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് തോന്നിയിട്ടുള്ളൊരു സിനിമ. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് സ്വാസിയെ ഞാൻ കാസ്റ്റ് ചെയ്തത്. പിന്നെ ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാത്തൊരു ആക്ട്രസ്സാണ്, അതും ഈ ക്യാരക്ടറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. ഗ്രേസിനെ സംബന്ധിച്ചോളം പറയുന്നത് വെച്ചാൽ ഗ്രേസ് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സട്ടിലായിട്ടുള്ള, ആ സട്ടിലിറ്റിയുടെ ഒപ്പം തന്നെ പക്ഷേ ആ ഡെപ്തിലേക്ക് പോകാൻ കഴിയുന്ന, എന്നാൽ ഒരു പുതിയ കാലത്തെ ഒരു ആക്ടിങ് സ്റ്റൈലാണ്. പഴയ ഒരു നമ്മൾ പറയില്ലോ പലപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾ, എൻ്റെ കഥാപാത്രം ശക്തമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അഭിനയിക്കും. പല നടികളുണ്ട്, ഞാനിത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ പോകണമെന്നുള്ള ഒരു ധാരണ അവരുടെ ഉള്ളിലേക്ക് കയറും. അത് വലിയ കുഴപ്പമാണ്. കാരണം അവർ ഇത് ഞാൻ ഉഗ്ര ക്യാരക്ടർ ചെയ്യാൻ പോകണമെന്ന് സ്വയം തോന്നിയിട്ട് ചെയ്യുന്ന പല ആക്ടേഴ്സും നമുക്കറിയാമല്ലേ, പല ആക്ടേഴ്സും അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമുണ്ട്. ഗ്രേസിന് അതില്ല. ഗ്രേസ് നമുക്ക് ക്യാരക്ടറിന് എന്താവശ്യം തോന്നുന്നത് ആ രീതിയിൽ വളരെ ഈസി ആയിട്ട് അഭിനയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഈ ക്യാരക്ടർ ഈ സിനിമയ്ക്ക് പറ്റുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഇവർ തന്നെയാണെന്ന് തോന്നിയുകൊണ്ടാണ്. വേറെ ചോയ്സ് ഉണ്ടായിട്ടില്ല, ഞാൻ ഇവരെ തന്നെ കാസ്റ്റ് ചെയ്തു. അവരുടെ അല്ലാണ്ട് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ എന്നുള്ള രീതിയിൽ അവരുടെ ഗ്ലാമറോ അതൊന്നുമല്ല നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പം സമീപകാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താരങ്ങൾ സിനിമയിൽ പലതും നിശ്ചയിക്കുന്ന, പ്രധാന കാര്യങ്ങളൊക്കെ താരങ്ങൾ നിശ്ചയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, എനിക്കതിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഈ കോവിഡിൻ്റെ സമയം തൊട്ടുള്ള ഒരു, അല്ലെങ്കിൽ അതിന് മുൻപത്തെ വർഷങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമ ഇന്ത്യയിലെ എല്ലാ മേഖലയിലും, എല്ലാ ഭാഷാ സിനിമകൾ കാണുന്നവർക്കിടയിലും എസ്പെഷ്യലി OTTയുടെ ഒരു ബൂമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലോകോത്തര തരത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധ നേടിയൊരു സമയമാണ്. അവിടെയൊക്കെ ശ്രദ്ധിച്ചിരുന്നത് താരങ്ങളെക്കാൾ കൂടുതലായിട്ട്. ഇപ്പോൾ മറ്റു ഭാഷകളിലെ സിനിമകളൊക്കെ ഭയങ്കര മാസ് ഹിറ്റ് സിനിമകളൊക്കെ കുറച്ചുകൂടെ താരങ്ങളെ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ മലയാള സിനിമ അതിൻ്റെ പ്രമേയം കൊണ്ട്, മേക്കിംഗ് കൊണ്ടൊക്കെയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലും വലിയ ശ്രദ്ധ നേടിയിട്ടുള്ളത്. അപ്പോഴും ഈ താരങ്ങൾ തന്നെയാണോ ശരിക്കും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്? ഒരു പ്രൊജക്റ്റ് ഓൺ ആവുക എന്നുള്ള സ്പേസിലാണോ ഇവിടെ ഒരു? ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പ്രോജക്റ്റ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ താരം തന്നെ വിചാരിക്കണം. മുൻപ് അതുണ്ടായിരുന്നില്ല. അതാണ് പ്രധാന വ്യത്യാസം. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ ഒരു ഡിസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരണം എല്ലാവരും. ഇപ്പോൾ ഡയറക്ടറായാലും ശരി, പ്രൊഡ്യൂസറായാലും ശരി, എല്ലാവരായാലും ശരി. അപ്പോൾ ഒരു താരം എന്ന് ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ നല്ല ആക്ടേഴ്സാണ്. ഇവിടെ മലയാള സിനിമയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ താരമൂല്യമുള്ള എല്ലാ ആക്ടേഴ്സും മികച്ച നടന്മാരാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ചും നായക കേന്ദ്രീകൃതമായിട്ടുള്ള നമ്മുടെ സിനിമ, അതിന് വിപണി എന്ന് പറയുന്നത് അതാണല്ലോ. അത് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നല്ല ആക്ടേഴ്സാണ്. അപ്പോൾ അവർക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ സിനിമ എങ്ങനെയായിരിക്കണം, എൻ്റെ കഥാപാത്രം എന്തായിരിക്കണം എന്നുള്ള ഒരു നല്ല ബോധ്യത്തോടുകൂടിയാണ് അവർ കഥ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു
ഹീറോൻ്റെ അടുത്ത് നമ്മളൊരു കഥ പറയുമ്പോൾ ഇത് ഈ പ്രോജക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്ത് കഥ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ വ്യൂ പോയിന്റിലായിരിക്കും ആ സിനിമയെ കാണുക. ഒരു ഡയറക്ടർ മാറി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമുള്ള ഒപ്പം തന്നെ ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സിനിമയെ വേറെ പേഴ്സ്പെക്റ്റീവിൽ സമീപിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു സിനിമാ ജീവിതത്തിൻ്റെ അനുഭവം വെച്ചിട്ട് അങ്ങനെയാണ്. അതിലേക്ക് ചിലപ്പോഴും ആക്ടർക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഈ സിനിമ വേണമെന്ന് ഒരു ആക്ടർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിനിമ ആ കഥ അവർ സെലക്ട് ചെയ്യണമെന്ന് തന്നില്ല, ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെയും സംഭവിക്കാം. പക്ഷേ നമ്മുടെ മലയാളത്തിലുള്ള കൂടുതലും ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ നല്ല ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ നല്ല സിനിമകളും തിരഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ വിപണി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അവരുടെ എന്താ പറയുക ഇതിലാണ് നിൽക്കുന്നത്, കൺട്രോളിലാണ് നിൽക്കുന്നത്. എല്ലാ ഇതായാലും ശരി, ഇപ്പോൾ OTT ബിസിനസ് ആയാലും ശരി, സാറ്റലൈറ്റ് ആയാലും ശരി, മറ്റെല്ലാം. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾക്കൊരു റോളിലുണ്ടാകുന്നു, അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് കൂടുതലും കാണുന്നത് നമ്മൾ. അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കംഫർട്ട് സോണിൽ നിന്നിട്ടുള്ള എന്താ പറയുക ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസിലേക്ക് അവർ മാറുന്നു. അതൊരു കുറ്റമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരിലേക്ക് ഇടിച്ച് കയറാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എനിക്ക് അവരോട് യാതൊരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഞാൻ ചിലപ്പോൾ ഒരു ഡേറ്റ് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ ഞാൻ ചെയ്യുമ്പോൾ അവർ ഡിസ്കംഫർട്ട് ആവുമെന്നൊരു പേടി എനിക്കുണ്ട്. കാരണം എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ളത് തോന്നുന്നതുകൊണ്ട് മാറി നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ സിനിമയുടെ കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ സംഘപരിവാർ സിനിമകൾക്കെതിരെ നടത്തുന്ന പല രീതിയിലുള്ള ഒരു ആക്രമണങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മേലെ നടത്തുന്ന അധികാരം കൂടെ ഉപയോഗിച്ചിട്ടുള്ള ചില ആക്ഷൻസും ഉണ്ട്. ഇപ്പോൾ 2016 സമയത്ത് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയൊക്കെ ചെയർമാനായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കമാലുദ്ദീൻ എന്നുള്ള പേരൊക്കെ വെച്ചിട്ട് ഇപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സംവിധായകനെതിരെ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യക്ഷത്തിലുള്ള അറ്റാക്ക് കണ്ടിട്ടുള്ളത് താങ്കൾക്കെതിരാണ്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അന്നപൂർണി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ ശേഷം അത് പിൻവലിക്കേണ്ടതും മാപ്പ് പറയേണ്ടതൊക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നു. പല സിനിമകൾക്കും സെൻസർഷിപ്പിൻ്റെ വലിയ കട്ടുകൾ വരുന്നു. ചില സിനിമകൾക്കെതിരെ തെരുവിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ മേക്കേഴ്സിന് വന്നിട്ട് പല രീതിയിൽ മാപ്പ് പറയേണ്ടി വരുന്നു. ഇതൊക്കെ കൂടാതെ ആളുകൾ തന്നെ ഇപ്പോൾ സിനിമാക്കാരാണെങ്കിലും മറ്റുള്ളവരൊക്കെ ഒരു സ്വയം സെൻസർഷിപ്പിക്ക് ഇത് പറഞ്ഞാൽ ഇനി പ്രശ്നമാവും എന്നുള്ള സ്വയം സെൻസർഷിപ്പിക്ക് നീങ്ങുന്നുണ്ട്. ഇതൊന്നും കൂടാതെ സംഘപരിവാറിന് വേണ്ടി തന്നെ ഇവിടെ സിനിമകൾ എല്ലാ ഇൻഡസ്ട്രിയിലും പ്രൊപ്പഗണ്ട സിനിമകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അത് ഭയങ്കരമായിട്ട് കൂടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 2016 ഒരു അറ്റാക്ക് നടന്നൊരു സമയത്തേക്കാളും ഈ ഒരു വർഷങ്ങളുടെ ഗ്യാപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വേഗത്തിൽ നടന്നു. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. കാരണം ഞാനിപ്പോഴും ആ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ പോകുമ്പോഴും എനിക്കറിയാം അതിൻ്റേതായ രീതിയിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ വേട്ടയാടാനായിട്ട് വരും എന്നുള്ളതുണ്ട്. അത് ഈ സൈബർ യുഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. അതിപ്പോൾ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഭരണകൂടത്തെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഞാൻ അതിനങ്ങനെ ഇതാകുന്നില്ല. അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ സത്യത്തിൽ കലാകാരന്മാരെ സംബന്ധിച്ചോളം വളരെയധികം ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വലിയ സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരിക്കലും എന്താ പറയുക ഒരു സുവർണകാലം എന്ന് പറയുന്നത് ഒരു ആവിഷ്കാരത്തിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അത് സിനിമയിൽ മാത്രമല്ല, എഴുത്തിലായാലും ശരി, ഒന്നിലായാലും ശരി, ആ ഒരു സുവർണകാലം കലാകാരൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് സ്വാതന്ത്ര്യ പ്രഖ്യാപനവും തന്നെയാണ്. ഒരു ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് നമുക്കിനി അത് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ മാറി മറിഞ്ഞില്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണ് തുടരണമെങ്കിൽ നമ്മൾ കൂടുതൽ അതിലേക്ക് ഇതാവുക. കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പറ്റിയ ചില ഏകാധിപത്യ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ, മതരാഷ്ട്രങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ, സിനിമ എങ്ങനെയാണെന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അവരെന്താ ചെയ്യുക? അവർ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് സിനിമ ഉണ്ടാക്കിയിട്ട് അവരുടെ രാജ്യത്തിൻ്റെ സിനിമയായിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഇതാണ് ലോകത്ത് മുഴുവൻ പല ഈ ഏകാധിപത്യ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. മികച്ച സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ രാജ്യങ്ങളുടെ പേര് പറയണില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യയിലും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. കാരണം ഇവിടുത്തെ ഈ ഭരണകൂടത്തിന് അശുഭമായിട്ടോ അല്ലെങ്കിൽ അരുചിയായിട്ട് തോന്നുന്ന കാര്യങ്ങളൊന്നും സിനിമയിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവിഷ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നിൽ നിർത്താം. അതല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് സിനിമ ചെയ്യുക, നമ്മുടെ ഭാഷയിലും നമ്മുടെ ദേശത്തിൻ്റെയും സിനിമ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ അറ്റാക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, സഹിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രമാത്രം ഈ മതത്തിനോട് എന്താ പറയുക, മതം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന, മതം മാത്രമല്ല നമുക്കറിയാലോ, ഭരണകൂടം എല്ലാ കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അതിന് നമ്മൾ
ചിലപ്പോഴെങ്കിലും നിസ്സംഗമായിട്ട് ഇത് നോക്കി കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചലച്ചിത്ര മേഖലയിലായാലും ശരി, പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതി ഞാൻ പറയുന്നത്, ഇവിടെ പ്രവർത്തിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്നെനിക്ക് വല്ലാത്ത സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും പല പ്രസ്താവനകളും പല ആക്ടേഴ്സിൻ്റെ ആയാലും ശരി, മറ്റ് ആൾക്കാരുടെ അടുത്ത്, ഞാൻ പേരൊന്നും പറയാനില്ല, അറിയാലോ ഇപ്പോഴത്തെ ഒരു ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ആവേശം പൂണ്ടിട്ട് ഇരിക്കുമ്പോൾ അവർ ധരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാണെന്ന് ധരിക്കുന്നുണ്ട്. ആ ഒരു കൺകെട്ടിലാണ് പല കലാകാരന്മാരും വീണു പോണത്. അത് തിരിച്ചറിയുന്ന ഒരു കാലം വരുമ്പോൾ ഇതൊക്കെ മാറുമായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. അതുവരെ ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിരുന്ന് സിനിമ ചെയ്യേണ്ടി വരും. ഇപ്പം ഈ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം ഈ ബാബറി ദംശനത്തിന് ശേഷം ഇപ്പം ഇവിടെ മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അയോധ്യയിൽ വരുന്ന പുതിയ രാമക്ഷേത്രത്തിൻ്റെ അതിൻ്റെ നിർമ്മാണം, അതിന് ഇപ്പോൾ മലയാള സിനിമാ ലോകത്ത് നിന്നടക്കം അത് ഇന്ത്യയിലെ പല മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ അതിന് പിന്തുണ കൊടുത്തും പ്രാർത്ഥനയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബാബറി ദംശനത്തിന് ശേഷം മലയാള സിനിമയിലും അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടന്റിൽ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഒരിക്കലും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എങ്ങനെയാണ് ഈ ബാബറി ദംശനത്തിൻ്റെ അതെങ്ങനെ മലയാള സിനിമയിൽ ഒരു കണ്ടന്റിൽ സ്വാധീനിച്ചിട്ടുണ്ടാവുക? പിന്നെ എസ്പെഷ്യലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതിനെ ആ ബാബറി ദംശനം എന്നുള്ള കാര്യത്തെ തന്നെ മറന്നുകൊണ്ട് വരുന്ന സപ്പോർട്ടുകൾ, പല മേഖലയിൽ നിന്നൊക്കെ വരുന്ന സപ്പോർട്ടിനെയും കൂടെ കാണുമ്പോൾ അല്ല, ഇപ്പം നടന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഞാനതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. കാരണം എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ്. മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ മലയാള സിനിമ തീരെ അരാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ കയ്യിലായിരുന്നു എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഓൾറെഡി അങ്ങനെ ആയിരുന്നു. കാരണം അതിൻ്റെ ഒരു വരാൻ പോണ ഭാവിയിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും സിനിമയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ സഹപ്രവർത്തകർക്കായാലും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സവർണ മേൽക്കോയ്മ സ്ക്രീനിൽ കാണുന്ന കഥാപാത്രങ്ങളും കഥകളും ഒക്കെ സിനിമയിൽ ഉണ്ടായത്. ഇത് ആരും ഒളിച്ചു കടത്തിയാണെന്നോ മനഃപൂർവ്വം ചെയ്താണെന്നോ ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്, അവർ അങ്ങനെയുള്ളൊരു ചിന്താഗതിക്കാരേ അല്ല. പക്ഷെ അന്നത്തെ ഒരു രാഷ്ട്രീയ അതൊരു തരം അരാഷ്ട്രീയതയായിരുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ സിനിമകൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതായിരുന്നു അന്നും ഞാനും ഒക്കെ ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഞാൻ ടി ആർ റസാഖിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മരിച്ചുപോയി അദ്ദേഹം. ഞാനും അദ്ദേഹം തമ്മിൽ ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ആശങ്കയോടുകൂടി പറയുന്ന ഒരു കാര്യം അതായിരുന്നു. അത് ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൽ മാത്രം നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം ഒരിക്കലും അത്തരമൊരു സിനിമയിലേക്ക് നമ്മൾ പോകരുത്. ഈ ഫ്യൂഡൽ തമ്പുരാക്കന്മാരുടെ കഥ, അതല്ലെങ്കിൽ സവർണ ബിംബങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന കഥകളിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളൊരു ഇത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ പോലും അതിനെ നമ്മൾ നമ്മുടെ സ്വകാര്യ ഇതിൽ വിമർശിക്കാമെന്നല്ലാതെ പരസ്യമായിട്ട് വിമർശിക്കാൻ ഇത്രയും ഭവിഷ്യത്തിലേക്ക് അത് ചെന്ന് എത്തും, ഇങ്ങനെ ഒരു ഭാവിയിൽ അത് ഇത്രമാത്രം ഇൻഫ്ലുവൻസിലേക്ക് അത് എത്തും എന്നുള്ളതിനെ കുറിച്ച് അന്നും നമ്മളൊന്നും അങ്ങനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷെ ഒരു വിദൂര ഭാവിയിൽ ഇതൊക്കെ ദോഷം ചെയ്യുന്നുള്ളൊരു തോന്നൽ അന്നുണ്ടായിരുന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് അതിൽ നിന്നൊക്കെ അകലം പാലിച്ചത്. ഞാൻ വേറെ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വരിക്കാശ്ശേരി മഞ്ഞയിൽ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന വേലക്കാരനായി റസാക്കാണ് അതിൻ്റെ തിരക്കഥ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ അങ്ങനെയാണ്, അല്ലെങ്കിൽ വരില്ലല്ലോ. അതെനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇപ്പം നമ്മൾ ഈ സിനിമകളുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പം സിനിമകളുടെ ഒരു തിയേറ്ററിക്കൽ നമ്മളൊരു വിജയം കണക്കാക്കുന്ന സമയത്ത് 1000 കോടികളും ഒക്കെ വാരുന്ന സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു മാസ് ആക്ഷൻ സിനിമകളാണ് പലപ്പോഴും ആ രീതിയിലേക്ക് ഭയങ്കര വിജയം നേടുന്നത്. പക്ഷെ നമ്മൾ ഈ സിനിമ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒരുപാട് മാറി എന്ന് പറയുമ്പോഴും ഈ എലമെൻറ്റുകൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ തിയേറ്ററുകളിൽ വിജയം നേടിക്കൊണ്ടിരിക്കുന്നില്ലേ? അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് അന്യഭാഷാ ചിത്രങ്ങളാണെന്നുള്ള ഞാൻ മനസ്സിലാക്കും. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ വിജയം നേടുന്നുണ്ട്, വലിയ വിജയം നേടുന്നുണ്ട്. അത് മുൻകാലങ്ങളിലും തമിഴ് സിനിമകൾ ആ രീതിയിൽ വിജയം നേടിയിട്ടുണ്ട് കേട്ടോ, അത് സത്യം തന്നെയാണ്. അതിപ്പോൾ അത് കുറച്ചും കൂടി പാൻ ഇന്ത്യ എന്നുള്ള പേരിട്ടിട്ട് കുറച്ചും കൂടി വലിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ വരുമ്പോൾ ആ തിയേറ്റർ കാഴ്ച ഇതാണെന്ന് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണ എന്നല്ല, പുതിയ ജനറേഷൻ അതാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ആ സിനിമകൾ മാത്രം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ജനറേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അത് തന്നെ മലയാളത്തിൽ ആവർത്തിക്കണമെന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മൾ എല്ലാവരും ഒന്ന് പുനർചിന്തനം ചെയ്യണമെന്നാണ് എൻ്റെ പറയുന്നത്. കാരണം വെച്ചാൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഭാഷയാണ്. ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ നമ്മുടെ സിനിമ കാണുന്നുണ്ടാവും, മറ്റു ഭാഷക്കാർ കാണുന്നുണ്ടാവും. പക്ഷെ അവരാഗ്രഹിക്കുന്ന ഒരിക്കലും ഈ പറയുന്ന മറ്റു ഭാഷകളിലുള്ള ഈ പറയുന്ന പാൻ ഇന്ത്യൻ മാസ സിനിമകൾ ആവില്ല മലയാള സിനിമയിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ചെയ്യാനായിട്ട് മറ്റു ഭാഷകളുണ്ട്, അത് അവർ കാണുകയും ചെയ്യുന്നുണ്ട്. അവർ മറ്റു ഭാഷക്കാർ മലയാള സിനിമയെ എങ്ങനെയാണ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്? നമ്മുടെ കണ്ടൻറ്റ്, നമ്മുടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച്, സിനിമയുടെ സ്വാഭാവികമായ അഭിനയം,
ഇല്ലേ, അതൊക്കെയുള്ളൂ മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ വലിയ സ്റ്റാർ ആക്കിയത്. അല്ലാണ്ട് ഒരു മാസ് ഹീറോ ആയിട്ട് വന്നിട്ട് സ്ക്രീനിൽ അഴിഞ്ഞാടിയിട്ടാണ് ഇവരെ മറ്റ് എന്താ പറയുക ഭാഷയിലുള്ള ആൾക്കാർ മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ ആരാധിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതല്ല മലയാള സിനിമ വേണ്ടത്. അപ്പോൾ അവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മാസ് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റാണ്, നമ്മുടെ ഇവരുടെ സ്വാഭാവികമായിട്ടുള്ള അഭിനയം. അതാണ് നമ്മുടെ മാസ്. മലയാള സിനിമയുടെ മാസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണോ എന്ന് ചോദിച്ചാൽ പുതിയ തലമുറ ചിലപ്പോൾ അതിനെ അങ്ങനെ അല്ലാന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അത് നമ്മുടെ ഒരു തോന്നലാണ്. ഇപ്പം ഈ സിനിമാക്കാരനായി ഇരിക്കുന്നതിനൊപ്പം തന്നെ പല പല സംഘടനകളുടെ ഭാരവാഹിത്വമൊക്കെ വഹിച്ചിട്ടുണ്ട്. ഇപ്പം മാക്ടെലയും ഫെഫ്കയുടെയും പിന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനൊക്കെ ആയിട്ടിരിക്കുന്നത്. ഈ കലാകാരന്മാർക്ക് സംഘടനാ ഭാരവാഹിത്വം എളുപ്പമുള്ള പണിയാണോ, അതോ വളരെ അപൂർവ ആൾക്കാർക്ക് അതിനകത്ത് അങ്ങനെ മാനേജ് ചെയ്ത് തിളങ്ങാനൊക്കെ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? അതെന്താ വെച്ചാൽ ഇപ്പോൾ മാക്ട ഫെഫ്കയിലൊക്കെ ഞാൻ ഭാരവാഹിയായിരുന്ന സമയത്ത് വെച്ചാൽ അതൊന്നും വലിയ താല്പര്യത്തോടുകൂടി ചെയ്തതല്ല. അന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ സംഘടനയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ വേണ്ട എന്നൊക്കെ വെച്ചിട്ട് എന്നെയൊക്കെ പിടിച്ചിരുത്തിയാണ്. ഞാൻ അതിൽ ഒരു പരാജയമാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ട്രേഡ് യൂണിയനൊന്നും കൊണ്ടു നടക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതിലിപ്പോൾ ഞാൻ അതിനൊക്കെ മാറിയിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അത് തീർച്ചയായിട്ടും രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, എനിക്ക് ചലച്ചിത്ര അക്കാദമി രൂപീകൃതമായ കാലം മുതൽ തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഫിലിം ഫെസ്റ്റിവലുകളിൽ നിരന്തരം സ്ഥിരമായിട്ട് ഞാൻ പോകാറും അതിൻ്റെ പല സംഘാടനത്തിലും പങ്കാളിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ ചെയർമാൻ എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മളെ അങ്ങനെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചലച്ചിത്ര അക്കാദമി പോലൊരു സ്ഥാപനം അക്കാഡമിക് സ്ഥാപനമാണല്ലോ. അതിനൊരു ട്രേഡ് യൂണിയൻ സ്വഭാവമില്ല, അതിന് മറ്റൊരു രീതിയിലും ഇതില്ല. വളരെ അക്കാഡമിക്കായിട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നിയതുകൊണ്ടും പിന്നെ ഒരു നല്ല ഗ്രൂപ്പ് അന്ന് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ഭരണസമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അക്കാഡമിക്കായിട്ട് ഇതിനെ കാണണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ 5 വർഷം ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു. അത് വളരെയധികം എന്നെ സംബന്ധിച്ചോളം എനിക്കും നവീകരിക്കാൻ വേറെ രീതിയിൽ പറ്റി. ഞാൻ ഒരുപാട് വിദേശ സിനിമകൾ കാണാനും അത്തരം ഫിലിം മേക്കേഴ്സായിട്ട് പരിചയപ്പെടാനും അത്തരം വേദികളിലേക്ക് പോകാനൊക്കെ അവസരം ഉണ്ടായത് നമുക്ക് വലിയൊരു കാര്യമാണ്. സിനിമയെ കുറച്ചും കൂടി എന്താ പറയുക, നമ്മളെ സ്വയം നവീകരിക്കാനൊക്കെ തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിക്കെതിരെയും ചെയർമാനൊക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ ഒരു സമയത്തായിട്ട് വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. അതേ സമയം തന്നെ ഈ അക്കാദമിക്കെതിരെയും കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ ഈ ഫെസ്റ്റിവൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരഞ്ഞെടുക്കുന്ന പടങ്ങൾ, ഒഴിവാക്കുന്ന പടങ്ങൾ, കാണാതെ ചില സിനിമകൾ ഒഴിവാക്കുന്നു, അങ്ങനത്തെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്, വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ നിരീക്ഷിക്കാറുണ്ടോ? എന്താണ് ഇപ്പം ചലച്ചിത്ര അക്കാദമിക്ക് എതിരെ വരുന്ന വിമർശനങ്ങൾ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നവീകരിക്കേണ്ടതുണ്ട് ചലച്ചിത്ര അക്കാദമി സ്വയം, അങ്ങനെ കരുതാറുണ്ടോ? അതിനെന്താ അറിയോ, ഇതിപ്പോൾ ഈ മുഴുവൻ സിനിമ കാണുന്നില്ല അല്ലെങ്കിൽ നല്ല സിനിമ ഒഴിവാക്കി എന്നുള്ള ആരോപണം ഞാൻ ഇരിക്കുമ്പോഴും അതിനു മുമ്പുള്ളവർക്ക് ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാനതിനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരെങ്കിലും എൻ്റെ സിനിമ സെലക്ട് ചെയ്തില്ല, അത് എൻ്റെ സിനിമ അവർ കാണാത്തതുകൊണ്ടാണെന്ന് ധരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ഈ വിമർശനം ഞാനും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സിനിമ കാണാതിരിക്കുന്നുണ്ടാവില്ല, പൂർണ്ണമായിട്ട് കാണുക തന്നെ ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഫിലിം അവാർഡിന് വരുന്ന സിനിമകളും IFFKയിൽ സെലക്ഷൻ വരുന്ന സിനിമകളും അത് തമ്മിലൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പ്രധാനമായിട്ട് അവാർഡിന് വരുമ്പോഴും ഫുള്ളായിട്ട് നമ്മൾ സിനിമകൾ കാണും, എപ്പോഴും കാണും. ഈ കഴിഞ്ഞ വർഷം ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്, കാണാതൊന്നും ഇരുന്നിട്ടില്ല. അതിൽ ഓരോ ഘടകത്തിനും അവാർഡ് കൊടുക്കേണ്ടതുള്ളത് തന്നെ പൂർണ്ണമായിട്ട് കാണുന്നുണ്ട്. IFFKയുടെ സെലക്ഷൻ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ IFFKയിൽ ഒന്നാമത് നമ്മൾ കോമ്പറ്റീഷന് 2 സിനിമയെ മലയാളത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് 11 സിനിമകളാണ് മറ്റേ മലയാള സിനിമ ടുഡേയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100-200 സിനിമകൾ വരുമ്പോൾ എന്തായാലും മുഴുവൻ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെസ്റ്റിവലിന് അത് എൻട്രി കിട്ടാൻ ഉള്ളൊരു യോഗ്യത ഉള്ളൊരു ക്രാഫ്റ്റ് അതിലുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരാണ് IFFKയിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് പറ്റുക വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കാണും, പക്ഷേ അത് വെച്ചാൽ ചിലപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കും. ഇങ്ങനെയാണ് കാണുന്നത്. കാരണം അതിലെന്തെങ്കിലും പുതിയതായിട്ട് പറയാനുണ്ടോ കണ്ടന്റ്, അത് കണ്ടാൽ മനസ്സിലാവും. 10 മിനിറ്റ് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചാലും അതിലെന്താണ് പറയുന്ന വിഷയം എന്നുള്ളതാണ് പലപ്പോഴും. ഇതുകൊണ്ടാണ് വിമിയോ ലിങ്കാണ് അയക്കുന്നത്. അപ്പോൾ ഈ വിമിയോ ലിങ്കിൽ അയക്കുമ്പോൾ ഇത് മുഴുവൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ പ്രൊഡ്യൂസർമാരോ അല്ലെങ്കിൽ ഡയറക്ടറോ പരാതി പറയുന്നത്. പക്ഷെ അത് ശരിയല്ല. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയും, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊരു പരാതി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആരോപണമാണ്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്കാഡമിയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തരാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും കഴിഞ്ഞ വർഷവും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. കാരണം അത് വളരെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം എന്താ പറയുക, വലിയ ഓവർലോഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും
അവർ ഫെസ്റ്റിവലൊക്കെ നടത്താമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്കതിൻ്റെ അവരതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും അതിൻ്റെ ഒരു അക്കാഡമിക് നിലവാരം മോശമാകാനായിട്ട് ഒരിക്കലും ആഗ്രഹിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ അകത്ത്. സർക്കാരിൻ്റെ ഇടപെടൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എൻ്റെ അറിവനുസരിച്ച് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിട്ടില്ല. പിന്നെ ചെയർമാൻ എന്നുള്ള രീതിയിൽ രഞ്ജിത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എനിക്കതിനോടും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം വെച്ചാൽ രഞ്ജിത്ത് ഒരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ രഞ്ജിത്ത് വളരെ സ്വതന്ത്രമായിട്ട് സിനിമകൾ ചെയ്യും, സ്വതന്ത്രമായും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ ആ കലാകാരൻ്റേതായ ചില എന്താ പറയുക ചില ഔട്ട്ബേഴ്സ്റ്റുകൾ ഉണ്ടാവാം, ചില രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നമ്മളൊരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫ്രെയിം വർക്കിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഒക്കെ പറ്റുള്ളൂ. അതിൽ ചിലയിടത്ത് ഒരു പരിമിതികൾ രഞ്ജിത്തിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നു. അതിനപ്പുറത്ത് രഞ്ജിത്ത് അക്കാഡമി മോശമാണെന്ന് വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. പിന്നെ അസാന്നിധ്യം രഞ്ജിത്തിൻ്റെ പലപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ചില ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും തിരക്കൊക്കെ ആയിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ മോശമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ വിവേകാനന്ദൻ വൈറലാണ് എന്നതിന് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ കാരണം നമ്മളിപ്പോൾ തിയേറ്റർ സിനിമകൾ OTT സിനിമകൾ എന്നുള്ള വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ പണ്ട് മുതലേ നമ്മൾ ഒരുപാട് ലാബലിംഗ് സിനിമയ്ക്ക് നടത്താറുണ്ട്. ഇത് കുടുംബ പ്രേക്ഷകർക്കുള്ള സിനിമ, ഇത് യൂത്തിനുള്ള സിനിമ, അങ്ങനെയൊക്കെ. അങ്ങനെ വിവേകാനന്ദൻ വൈറലാണ് എന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടെന്ന് സംവിധായകൻ കരുതുന്നുണ്ടോ? എൻ്റെ ആഗ്രഹം ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല സിനിമ വേണ്ടതെന്നുള്ളതാണ്. കാരണം എല്ലാ ഓഡിയൻസും കാണണം, യൂത്തും കാണണം, സ്ത്രീകളും കാണണം. പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റ് ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ കേരളത്തിൽ ഒരുപാടുണ്ടാവും. ഈ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും അവർക്ക്. പക്ഷെ അവർക്ക് പല കാരണങ്ങളാൽ അത് പുറത്ത് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു എന്താ പറയുക ഫാമിലി ഇതിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് പുറത്ത് പറഞ്ഞാൽ അവരുടെ മാനം പോകും, അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ തകരാറിലായി പോകുമെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അത്തരമൊരു വിഷയത്തിൽ ഊന്നിയിട്ടാണ് ഞാൻ ഈ സിനിമ പറയാൻ തോന്നുന്നത്. അപ്പോൾ എല്ലാ ഓഡിയൻസും ഈ സിനിമ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ഒരു നീണ്ട സംഭാഷണമായിരുന്നു. നമ്മളോട് കരിയറിനെ കുറിച്ചിട്ടും സിനിമയെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.